നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്ന് വരുന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെറുവണ്ണൂർ കക്കറമുക്കിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു. ഈ അപകടത്തിൽ ഗർഭിണിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. ചെറുവണ്ണൂർ കക്കറമുക്ക് സ്വദേശി റിജിൻ ലാലിന്റെ ഭാര്യ പൂവത്തുംചാലിൽ സ്വദേശി സോനയാണ് മരിച്ചത്. 27 വയസ്സുകാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കാർ ഓടിച്ച ഭർത്താവ് റിജിൻ ലാൽ ഗുരുതരമായി പൊള്ളലേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് റിജിൻ ലാലിനെ. ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ ആണ് ഈ സംഭവം ഉണ്ടായത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം, ദാരുണമായ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരു നാടിനെയും നാട്ടുകാരെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ് സംഭവം. മരിച്ച സോന 6 മാസം ഗർഭിണിയായിരുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ആശുപത്രിയിൽ പോയി മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ കാറിനുള്ളിൽ തീ പിടിച്ചതും ദമ്പതികൾക്ക് ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിക്കുകയും ചെയ്തത്. ദമ്പതികൾ സഞ്ചരിച്ച കാറ് കത്തി അമരുകയായിരുന്നു. റോഡിലൂടെ പോവുകയായിരുന്ന കാറിൽ നിന്ന് തീയും പുകയും ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നാട്ടുകാർ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തി. ഡ്രൈവർ സീറ്റിൽ നിന്ന് റിജിൻ പുറത്തിറങ്ങിയെങ്കിലും കാറിന്റെ പിൻഭാഗത്തെ സീറ്റിലായിരുന്ന സോന ഡോർ ലോക്കായതിനാൽ ഉള്ളിൽ കുടുങ്ങുകയായിരുന്നു. തൊട്ടടുത്ത വയലിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ച് നാട്ടുകാർ തീ അണയ്ക്കാനും ഇവരെ പുറത്തെടുക്കാനും ശ്രമിച്ചു. റിജിൻ ലാൽ സമീപത്തെ തോട്ടിൽ ഇറങ്ങിയാണ് വസ്ത്രത്തിലെ തീ അണച്ചത്. റിജിനെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നാലെ പേരാമ്പ്രയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവ സ്ഥലത്തെത്തി ശേഷം സോനയുടെ മൃതദേഹം പുറത്തെടുത്തു. കാറിന്റെ മുൻഭാഗത്ത് വലിയ തോതിൽ തീ പിടിച്ചിരുന്നില്ല. മേപ്പയൂർ പോലീസും ഫയർഫോഴ്സും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിലേക്ക് തീ പിടിക്കാൻ മാത്രം എന്തുണ്ടായി എന്നതാണ് അറിയേണ്ടത്. സോനയുടെ മൃതദേഹം പേരാമ്പ്ര കല്ലൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതേ ആശുപത്രിയിൽ രാത്രി സോനയെ കാണിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. തീ ഉയർന്നതോടെ കാർ ഓടിച്ചിരുന്ന വ്യക്തി ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. സോന പിൻസീറ്റിലായി കുടുങ്ങി പോവുകയായിരുന്നു. ലോക്കായതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തിയിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് യുവതിയെ പുറത്തെടുത്തത്. 3 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. വിദേശത്തായിരുന്ന റിജിൻ ലാൽ 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. എന്തായാലും വിശദമായ അന്വേഷണത്തിൽ എന്താണ് കാരണം, അതായത് കാറ് കത്താൻ കാരണം എന്താണ് എന്നത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കാർ ഓടിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടും. എന്തായാലും നിലവിൽ അന്വേഷണം നടക്കുകയാണ്. കൃത്യമായ കാര്യം എന്താണെന്ന് അന്വേഷണത്തിലൂടെ വ്യക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.